ഹായ് ഹായ് ഹായ്. അപ്പോൾ അടുത്ത ദിവസം നമ്മുടെ മാത്സിൻ്റെ എക്സാം ആണ് അല്ലേ. പുതിയ സിലബസ് ആണ്. ചോദ്യങ്ങൾ എങ്ങനെ വരിക എന്ന് നമ്മൾ ടീച്ചർമാർക്ക് പോലും അറിയില്ല. അപ്പോൾ ഏതൊക്കെ ചോദ്യങ്ങളാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ചോദ്യങ്ങളാണ് നാളത്തെ ചോദ്യ പേപ്പറിൽ ഉണ്ടായിരിക്കുക, ഈ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയില്ല അല്ലേ. പക്ഷെ അത് മാഷ് നിങ്ങൾക്ക് പറഞ്ഞാലോ. നാളത്തെ ചോദ്യ പേപ്പർ നിങ്ങൾ തുറന്നു നോക്കുമ്പോൾ അതിലുണ്ടാവുന്ന എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് മാഷ് പറഞ്ഞുതരാൻ വേണ്ടി പോവുകയാണ്. ഈ വീഡിയോയിൽ നാളത്തെ ചോദ്യ പേപ്പർ ഉണ്ടാകുന്ന എല്ലാ ചോദ്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എന്തൊക്കെയാണോ പറയുന്നത്, ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്ത് പഠിച്ചിട്ട് എക്സാമിന് പോകാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഏറ്റവും ആദ്യം പിന്നെ ഒരു കാര്യം കൂടി ഉറപ്പിക്കുകയാണ്, നിങ്ങൾ പല ഫ്രണ്ട്സിനും മാത്സ് ടഫായിരിക്കും, പുതിയ സിലബസ് ആയതുകൊണ്ട് തന്നെ എന്തൊക്കെ വരിക എന്നൊന്നും അറിയില്ല. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോട് പറയാം ഈ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഇത് പഠിച്ചിട്ട് നാളത്തെ എക്സാമിന് ബുക്കോ എന്ന് പറയാം. അപ്പോൾ ഇത് നാളത്തെ എക്സാമിന് ഉറപ്പായിട്ടും വരുന്ന ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് ക്ലോക്ക് ഉപയോഗിച്ചിട്ടുള്ള കുറേ ചോദ്യങ്ങൾക്ക് നാളത്തെ എക്സാമിന് വരും. അതിൽ പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ AM-ലും PM-ലുള്ള സമയം ഉണ്ടല്ലോ, നമ്മൾ റെയിൽവേ സ്റ്റേഷനിലുള്ള സമയത്തിലോട്ട് മാറ്റണം. ബാക്കിയുള്ള ചോദ്യങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ ഉത്തരം ചെയ്യാനും ഏതൊക്കെ ചോദ്യങ്ങളാണ് വരികയുള്ള കാര്യങ്ങൾക്ക് മാഷ് എന്തായാലും ലൈവിൽ നിങ്ങൾക്ക് പറഞ്ഞിരുന്ന കേട്ടോ. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും AM-ലും PM-ലുള്ള സമയം റെയിൽവേ സ്റ്റേഷനിലുള്ള സമയത്തിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ട് നാളത്തെ എക്സാമിന് പോകാൻ വേണ്ടി പാടുള്ളൂ. ഇനി ക്ലോക്കിന്റെ ഭാഗത്ത് നിന്ന് ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുക, ആ ചോദ്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് പഠിക്കാം ഇന്ന് വൈകുന്നേരം 7 മണിക്കുള്ള ലൈവില്. അതുപോലെ തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും ഭാഗങ്ങളുടെ സംഖ്യ പാർട്ട് നമ്പർ എന്നുള്ള പാഠത്ത് നിന്ന് ഈ ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടി പഠിച്ചിട്ടേ പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഈ ചോദ്യങ്ങൾ കണ്ടോ, ഈ ചോദ്യങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുക. ഇതിന് ഉത്തരം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്ത് നോക്കുക, ഇപ്പൊ തന്നെ പഠിക്കുക. ഇതേ ടൈപ്പ് ചോദ്യം നാളത്തെ എക്സാമിന് വരും. അപ്പൊ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പാർട്ട് നമ്പർ ഭാഗങ്ങളുടെ സംഖ്യ എന്നുള്ള പാഠത്തിന് ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ഈ ചോദ്യത്തിനും ഉത്തരം ചെയ്യാൻ വേണ്ടി പഠിക്കുക. അതായത് ചിത്രം തന്നു കഴിഞ്ഞാൽ ആ ചിത്രത്തിലുള്ള ഫ്രാക്ഷൻ ഭിന്നസംഖ്യ എഴുതാൻ വേണ്ടി നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ചെയ്യാൻ വേണ്ടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പാർട്ട് നമ്പർ ഭാഗങ്ങളുടെ സംഖ്യ എന്നുള്ള പാഠം നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമേ വരില്ല. അവിടെ ഈ ടൈപ്പ് ചോദ്യങ്ങളെ വരുള്ളൂ. നിർബന്ധമായിട്ടും ഈ രണ്ട് ടൈപ്പ് ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ വേണ്ടി നിങ്ങൾ പഠിക്കുക. പെട്ടെന്ന് ചെയ്തു നോക്കാട്ടെ ചോദ്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ എക്സാമിന് ഉറപ്പായിട്ടും വരുന്ന മറ്റൊരു ചോദ്യമാണ്, ഒരു നമ്പർ തന്നിട്ട് അതിൻ്റെ ഫ്രാക്ഷനിലുള്ള രൂപം എഴുതാനും ഡെസിമലിലുള്ള രൂപം എഴുതാനും. ഇത് നാളത്തെ എക്സാമിന് വരുന്ന ഉറപ്പായിട്ടും വരുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രാക്ഷനിലുള്ള രൂപം എഴുതാനും ഡെസിമൽ പോയിന്റിലുള്ള ദശാംശ രൂപം എഴുതാനും നിങ്ങൾ പഠിക്കണം. അപ്പോൾ നമ്പറിന്റെ ഭിന്നസംഖ്യാരൂപം ദശാംശ സംഖ്യാരൂപം എഴുതാൻ വേണ്ടി പഠിച്ചിട്ട് നാളത്തെ എക്സാമിന് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഉറപ്പായിട്ടും വരുന്ന ചോദ്യമാണ്, എഴുതി വെച്ചോ, പഠിച്ചിട്ടേ പോകാൻ വേണ്ടി പാടുള്ളൂ. ഇതൊക്കെ എങ്ങനെ ചെയ്യാനുള്ള കാര്യം വൈകുന്നേരം 7 മണിക്കുള്ള ലൈവിൽ മാഷ് പറഞ്ഞതാണ്. ചെറിയ ചെറിയ ട്രിക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിനൊക്കെ ഉത്തരം എഴുതാൻ വേണ്ടി നമുക്ക് എന്തായാലും പഠിക്കാം. നാളത്തെ എക്സാമിനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലൈവിൽ സെറ്റാക്കി തരും മാഷ്. പിന്നെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് പഠിച്ചിട്ട് നാളത്തെ എക്സാമിന് പോകേണ്ടത്. പിന്നെ ഫ്രാക്ഷൻ ഉപയോഗിച്ചിട്ട് വേറെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കൂടെ ഉണ്ട്. അതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നാളത്തെ എക്സാമിന് ഫുൾ A ഗ്രേഡ് നിങ്ങളെ കൂടെ പോരും. സിമ്പിൾ ആയിരിക്കും നാളത്തെ എക്സാം. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട കാര്യങ്ങൾ മറക്കണ്ട. ക്ലോക്ക് ഉപയോഗിച്ചുള്ള ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. AM-ലും PM-ലുള്ള സമയം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെ സമയത്തിലോട്ട് മാറ്റാൻ വേണ്ടി പഠിക്കണം. പിന്നെ മാഷ് തന്നിട്ടുള്ള 2 ചോദ്യങ്ങളുണ്ട്. ആ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പാർട്ട് നമ്പർ ഭാഗങ്ങളുടെ സംഖ്യകളുടെ പാഠം സെറ്റായി. അപ്പോൾ 2 പാഠം സെറ്റായി. പിന്നെ അതുപോലെ നിങ്ങൾ പഠിക്കേണ്ടതാണ്, ഒരു നമ്പർ തന്നാൽ അതിൻ്റെ ഡെസിമൽ ഫോം ദശാംശ രൂപം എഴുതാനും ഫ്രാക്ഷണൽ ഫോം ഭിന്നസംഖ്യാരൂപം എഴുതാനും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചാൽ എക്സാം ഫുള്ള് സെറ്റായി. പിന്നെ നമ്മളെ ഫ്രാക്ഷൻ ഭിന്നസംഖ്യ പാടുന്നുള്ള ഒരു ടൈപ്പ് ചോദ്യം കൂടെ ഉണ്ട്. അതും കൂടെ ഇന്ന് വൈകുന്നേരം 7 മണിക്കുള്ള ലൈവിൽ നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ നാളത്തെ എക്സാമിന് A ഗ്രേഡ് സെറ്റ്. അപ്പോൾ ഇതിനൊക്കെ ഉത്തരം എഴുതാനും ഓരോ ചോദ്യങ്ങളും ചെയ്ത് പഠിക്കുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ തലയിൽ നിൽക്കാല്ലേ. ഏത് ചോദ്യം വന്നാലും ചെയ്യാൻ വേണ്ടി പഠിക്കുക നമ്മൾ അല്ലേ. അപ്പോൾ ആ രൂപത്തിൽ എല്ലാ ചോദ്യങ്ങളും ചെയ്തു തരുന്നതാണ് ഇന്ന് വൈകുന്നേരം 7 മണിക്കുള്ള ലൈവിൽ. ആ ലൈവ് മിസ്സാക്കാതിരിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും A ഗ്രേഡ് നേടിത്തരാനുള്ള മരുന്ന് ഇന്നത്തെ ലൈവിൽ ഉണ്ടായിരിക്കും കേട്ടോ. നമുക്ക് എന്തായാലും ലൈവിൽ കാണാം. ബൈ ബൈ.